റഷ്യ ഉക്രൈൻ യുദ്ധം മുൻപെങ്ങുമില്ലാത്ത വിധം സങ്കീർണവും ഭയാനകവുമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന മുന്നറിയിപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഉത്കണ്ഠയുണ്ടാക്കുകയാണ്. കിഴക്കൻ യൂറോപ്പിൽ 2 വർഷത്തിലധികമായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടം കൂടുതൽ വൻകരകളിലേക്കും ആണവായുധ ഭീഷണികളിലേക്കും വഴിമാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധരംഗത്ത് വമ്പൻ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 1/2 മില്യണോളം പുതിയ സൈനികരെ അധികമായി യുദ്ധകളത്തിലിറക്കാൻ റഷ്യ വൻതോതിലുള്ള സൈനിക സമാഹരണത്തിന് പദ്ധതിയിടുന്നതായാണ് ഉക്രൈൻ വെളിപ്പെടുത്തിയത്. ഉക്രൈനിയൻ ഇന്റലിജൻസ് ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് സെപ്റ്റംബറിൽ റഷ്യയിൽ നടക്കുന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഈ വൻ സൈനിക സമാഹരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ജനവികാരം തങ്ങൾക്ക് എതിരാകുമെന്ന ഭയത്താലാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുടിൻ ഭരണകൂടം ഈ തീരുമാനത്തിന്റെ പ്രഖ്യാപനം നീട്ടിവച്ചിരിക്കുന്നതെന്നാണ് വാഷിംഗ്ടണും കീവും വിലയിരുത്തുന്നത്. റഷ്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് മോസ്കോ ഈ നീക്കം വളരെ രഹസ്യമായി ആസൂത്രണം ചെയ്യുന്നത്. വൻതോതിലുള്ള നിർബന്ധിത സൈനിക സേവനം റഷ്യൻ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കാമെന്ന് പുടിന് നന്നായി അറിയാം. എന്നാൽ ഇങ്ങനെ പുതുതായി പിടിച്ചെടുക്കുന്ന സൈനികർക്ക് ആവശ്യത്തിന് പരിശീലനം നൽകാൻ റഷ്യക്ക് സമയം ലഭിക്കില്ലെന്ന് സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതിയായ പരിശീലനമോ അനുഭവ സമ്പത്തോ ഇല്ലാതെ മുന്നണിയിലേക്ക് അയക്കപ്പെടുന്ന 10,000-കണക്കിന് പുതിയ റഷ്യൻ സൈനികർ കനത്ത ജീവഹാനിയാണ് നേരിടാൻ പോകുന്നത് എന്ന ഭീകരമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുന്നു എന്ന വെളിപ്പെടുത്തലും അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് വടക്കൻ കൊറിയയിൽ നിന്ന് 10,000-കണക്കിന് സൈനികരെ യുദ്ധകളത്തിലേക്ക് എത്തിക്കാനാണ് മോസ്കോ ശ്രമിക്കുന്നത്. റഷ്യയിലെ വൊറോനേഷ് മേഖലയിൽ വടക്കൻ കൊറിയൻ സൈനികരെ സ്വീകരിക്കുന്നതിനും അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനുമുള്ള വൻ സജ്ജീകരണങ്ങൾ ജൂൺ മാസം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ അതിർത്തിയിലെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഉക്രൈൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. വെറും മനുഷ്യ വിഭവശേഷി മാത്രമല്ല, അത്യാധുനിക ആയുധശേഖരവും വടക്കൻ കൊറിയ റഷ്യക്ക് നൽകുന്നുണ്ട്. പുതിയ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും വൻതോതിലുള്ള വെടിമരുന്നുകളും മോസ്കോയിലേക്ക് അയക്കാൻ പ്യോങ്യാങ് തയ്യാറെടുക്കുകയാണ്. റഷ്യയും വടക്കൻ കൊറിയയും തമ്മിലുള്ള ഈ നയതന്ത്ര സൈനിക ബന്ധം യൂറോപ്പിന് മാത്രമല്ല ഏഷ്യൻ മേഖലയ്ക്കും വലിയ ഭീഷണിയാണെന്ന് സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടെ യുദ്ധത്തിന്റെ കടുത്ത സ്വഭാവത്തെക്കുറിച്ചും അതിലൊളിഞ്ഞിരിക്കുന്ന വൻ ദുരന്തങ്ങളെക്കുറിച്ചും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ നൽകിയ മുന്നറിയിപ്പുകൾ ലോകശ്രദ്ധ നേടുകയാണ്. തർക്കങ്ങൾ അടിയന്തരമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ദീർഘകാല യുദ്ധം റഷ്യയുടെ ആണവശേഷി ഉപയോഗിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേക്കാമെന്ന ഭീതിതമായ മുന്നറിയിപ്പാണ് തുർക്കി നൽകുന്നത്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധവും മറുവശത്ത് യുക്രൈന്റെ തിരിച്ചടികളും സഹിക്കേണ്ടി വരുമ്പോൾ റഷ്യ തങ്ങളുടെ അവസാന ആയുധമായ ആണവ ഭീഷണി ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിലവിലെ യുദ്ധകളത്തിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഇരുപക്ഷവും വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തിരിച്ച് റഷ്യൻ അതിർത്തിക്കുള്ളിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ യുക്രൈനും ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് നിലവിൽ ഉക്രൈനെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. എങ്കിലും റഷ്യ നടത്തുന്ന വൻതോതിലുള്ള മിസൈൽ മഴയെ ചെറുക്കാൻ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രം തികയാതെ വരുന്നു എന്ന യാഥാർത്ഥ്യവും ഉക്രൈൻ നേരിടുന്നുണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗവും യുദ്ധത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ ശൃംഖലകളെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനും ഉക്രൈനു മേൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദവും പിന്തുണയുമുണ്ട്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയ സാഹചര്യത്തിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാണ്. നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് യുദ്ധകളത്തിലെ ജയം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന നിലപാടിലാണ് റഷ്യൻ നേതൃത്വം മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഉക്രൈൻ ഉന്നയിച്ച ആരോപണങ്ങളെ റഷ്യൻ ഭരണകൂടം ഔദ്യോഗികമായി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്.
കീവ് ഉന്നയിക്കുന്ന സൈനിക സമാഹരണവാദങ്ങൾ വെറും പ്രചാരണം മാത്രമാണെന്നും തങ്ങളുടെ സൈനിക തന്ത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഉക്രൈനിയൻ പ്രസിഡന്റിന് അവകാശമില്ലെന്നുമാണ് ക്രെംലിൻ വക്താവ് നൽകുന്ന വിശദീകരണം. ഈ ആരോപണങ്ങൾക്കിടയിലും യുദ്ധം മൂലം അനുഭവിക്കേണ്ടി വരുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടവും മനുഷ്യ വിഭവത്തിന്റെ നാശവും ഇരു രാജ്യങ്ങളുടെയും ഭാവി വികസനത്തെ അതിരൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. വടക്കൻ കൊറിയയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയും വലിയ ആശങ്കയിലാഴ്ത്തി. റഷ്യക്ക് സൈനിക സഹായം നൽകുന്നതിന് പകരം വടക്കൻ കൊറിയയ്ക്ക് ലഭിക്കുന്ന ഉപഗ്രഹ ഉപകരണ സാങ്കേതിക വിദ്യകൾ ഏഷ്യയിലെ സുരക്ഷാ ഭീഷണികൾ ഇരട്ടിയാക്കുമെന്ന് ഈ രാജ്യങ്ങൾ കരുതുന്നുണ്ട്. നാറ്റോ സഖ്യരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം സങ്കീർണമായ ഒരു തന്ത്രപ്രധാന പ്രതിസന്ധിയാണ്. ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ നൽകി സഹായിക്കുമ്പോൾ തന്നെ റഷ്യയുമായി നേരിട്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വളരാതിരിക്കാൻ അവർക്ക് വലിയ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. 5 ലക്ഷത്തോളം വരുന്ന പുതിയ സൈനികരെ ഇറക്കി കീവ് വളയാനും സെലൻസ്കി ഭരണകൂടത്തെ താഴെ ഇറക്കാനും പുടിൻ പദ്ധതിയിടുന്നു എന്ന വെളിപ്പെടുത്തലുകൾ യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവിനാണ് കളമൊരുക്കുന്നത്. വരുന്ന സെപ്റ്റംബറിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ശേഷം വൻകരയെ ആകെ പിടിച്ചുകുലുക്കുന്ന ഒരു ഭീകരമായ പോരാട്ടത്തിനാണോ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന ചോദ്യം നയതന്ത്ര ലോകത്ത് കനത്ത ആശങ്കയായി അവശേഷിക്കുന്നു.